തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. സമരത്തിന്റെ 50-ാം ദിവസം, അതായത് തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചു. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചെന്ന് സമരസമിതി ആരോപിച്ചു. ആശമാരുടെ ആനുകൂല്യങ്ങൾ ഉയർത്തിയെന്ന കോൺഗ്രസ് BJP പ്രഖ്യാപനങ്ങൾ കബളിപ്പിക്കലാണെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. ആശമാരുടെ രാപ്പകൽ സമരം 47-ാം ദിവസത്തിലാണ്. നിരാഹാരം 9-ാം ദിവസത്തിലും. തിങ്കളാഴ്ച സമരം 50 ദിവസം തികയും. അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് സമരം നടത്താനാണ് ആശമാരുടെ തീരുമാനം. സ്ത്രീകളെ സംബന്ധിച്ചോളം മുടി എന്ന് പറയുന്നത് വളരെ വൈകാരികമായൊരു വിഷയമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ ഇവിടെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കല്ലെറിയാനോ കത്തിക്കാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതും ഒരു സ്വയം പീഡ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസ് BJP ഉൾപ്പെടെ ഭരിക്കുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് മന്ത്രി MB രാജേഷ്. സർക്കാർ കൊടുക്കില്ല എന്നുള്ളതല്ല പ്രശ്നം. സാധാരണഗതിയിൽ അത് സാധ്യമാവില്ല എന്നുള്ളതാണ്. ഓണറേറിയം മാത്രം മതി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എങ്ങനെയാണോ ആശാ വർക്കർമാരെ വഞ്ചിക്കുന്നത്, അതുപോലെ വഞ്ചിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇപ്പോൾ UDFും BJPയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർധനവ്. നിരാഹാര സമരം ആരംഭിച്ച ശേഷം സർക്കാർ സമരക്കാരെ ഇതുവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. സമരം ചെയ്യുന്നവർക്ക് ഫെബ്രുവരി മാസത്തെ ആനുകൂല്യങ്ങൾ പ്രതികാര നടപടിയുടെ ഭാഗമായി നിഷേധിച്ചെന്നും ആരോപണമുണ്ട്. സമരത്തിന് പിന്തുണയുമായി വിവിധ ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം.